ഹലോ. ഒറ്റയാക്കപ്പെടുന്ന പ്രവാസി കൊല്ലങ്ങളോളം കഷ്ടപ്പെട്ട് എല്ലാം നമ്മുടെ കുടുംബത്തിന് വേണ്ടി ത്യജിച്ച്, പെങ്ങന്മാരുണ്ടെങ്കിൽ അവരെ കല്യാണം കഴിപ്പിച്ച്, അനിയന്മാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഹെൽപ്പുകൾ ചെയ്ത്, നമ്മുടെ പ്രവാസത്തിൻ്റെ ഒരു വലിയൊരു ഭാഗവും വലിയൊരു സമ്പാദികവും അവർക്ക് വേണ്ടി ചെലവഴിച്ച് നമ്മൾ ഈ മരുഭൂമിയിൽ ചൂടുകൊണ്ട് കഷ്ടപ്പെട്ട് കൊല്ലങ്ങൾ കഴിക്കുമ്പോൾ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ ഇതിലൊന്നും നന്ദി പ്രകടിപ്പിക്കാതെ നമ്മളൊന്നും ചെയ്തില്ല എന്ന് പറഞ്ഞുകൊണ്ട്, നമ്മളെ തിരസ്കരിച്ചുകൊണ്ട്, ഒറ്റപ്പെടുത്തിക്കൊണ്ട് നീങ്ങുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അതിൽ പ്രവാസികൾ അനുഭവിക്കുന്ന ദുഃഖം, വ്യത എത്രയോ വലുതാണ്. അതിൽ നിന്നെല്ലാം സഹിച്ചുകൊണ്ട് ജീവിക്കുന്ന പ്രവാസി, അല്ലെങ്കിൽ കൂട്ടുകുടുംബമാണെങ്കിൽ അവിടെ ഒരു പഴയ വീടുണ്ടെങ്കിൽ അത് പൊളിച്ച് വലിയൊരു വീടുണ്ടാക്കാൻ എല്ലാ സമ്പാദ്യവും ചെലവഴിക്കുന്ന പ്രവാസി, പിന്നീട് ഭാഗം വെക്കുമ്പോൾ അതിൽ ഒരു പങ്കുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭാഗത്തിൽ നിന്ന് 1% പോലും തരാതെ, അല്ലെങ്കിൽ എല്ലാവർക്കും വീതിച്ചുകൊണ്ട് 1% മാത്രം തന്നുകൊണ്ട് അവന്റെ സമ്പാദ്യമെല്ലാം ആ വീടിന് ചെലവഴിച്ച് ഒന്നുമില്ലാത്തവനായി തീരുന്ന പ്രവാസി. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നത്, നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ചെയ്യുക. സമ്പാദ്യമെല്ലാം നല്ല രീതിയിൽ ചെലവഴിക്കുക. പിന്നീട് നമ്മൾ വേവലാതിപ്പെട്ടിട്ട് കാര്യമില്ല. ഈ ലോകം അതാണ്. അതുകൊണ്ട് എല്ലാവരെയും സ്നേഹിച്ച് ഒരു കരുതലോടുകൂടി പ്രവാസികൾ ജീവിക്കാൻ വേണ്ടി നോക്കുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, പക്ഷേ ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം. ബൈ.